രാഹുൽ മാങ്കൂട്ടത്തിലിനെ KPCC പൂർണ്ണമായും കൈവിടുകയാണ്. തീരുമാനം AICCക്ക് വിട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും വേഗം MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് KPCC മുന്നോട്ട് വച്ചിരിക്കുന്നത്. സണ്ണി ജോസഫ് ഈ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും AICC ഇനി എന്ത് തീരുമാനമെടുക്കും, എപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി എന്നുള്ള കാര്യം മാത്രമാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ തള്ളിപ്പറഞ്ഞപ്പോഴും ഷാഫി പക്ഷം രാഹുലിനെ സംരക്ഷിച്ച് നിർത്തി എന്നുള്ളതാണ്. ദേശീയ നേതൃത്വത്തിന് പരാതികൾ നിരവധി എത്തി. ഇതിനിടയിലും ഷാഫിയും സംഘവും സംരക്ഷണ കവചം ഒരുക്കുകയായിരുന്നു രാഹുലിന്. എന്തായാലും അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ്. അരുൺ, ഷാഫി പക്ഷം വലിയൊരു പ്രതിരോധ കവചം തീർത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്. ഷാഫിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളർത്തി എടുത്ത് ഒരു MLA കസേരയിൽ ഇരുത്തിയത്. എന്തായാലും ഒടുവിൽ ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും കൈവിടുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഷാഫിയുടെയും ടീമിൻ്റെയും പ്രതിരോധമെല്ലാം പൊളിഞ്ഞടുങ്ങുകയാണ്. തീർച്ചയായിട്ടും ഷാഫിയും സംഘവും ഒക്കെ എത്രയൊക്കെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഏശാതെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പുതുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജിയിൽ സമ്മർദ്ദം ഏറിയിരിക്കുന്നു. KPCC പോലും ഇപ്പോൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതുതന്നെയാണ് ഏവരും ഇനി ഉറ്റുനോക്കുന്നത്. രാഹുൽ രാജിവെക്കാൻ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉയരുന്ന ഈ പശ്ചാത്തലത്തിൽ രാഹുലിൻ്റെ രാജി പ്രഖ്യാപനം ഇനി എപ്പോൾ ഉണ്ടാവും, അതല്ലെങ്കിൽ KPCC വരെ ഇത്തരത്തിൽ സണ്ണി ജോസഫ് വരെ ഈ രാഹുൽ രാജിവെക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്ന് അറിയിച്ചിട്ടും അതിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ നടപടികളിലേക്ക് VD സതീശനും കൂട്ടരും കടക്കുമോ എന്നുൾപ്പെടെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ K മുരളീധരനും ഇപ്പോൾ സണ്ണി ജോസഫും ഉൾപ്പെടെ ശക്തമായ നിലപാടുമായിട്ട് രാഹുൽ രാജിവെക്കേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും. ഇനി ഇത് ഒരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ രാഹുലിൻ്റെ ഈ കാര്യം വലിയ ചീത്തപ്പേരായി മാറിയിരിക്കുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പാർട്ടിക്ക് ഇതിൽ ഇനി ഒന്നും പ്രതിരോധിക്കാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും നേതാക്കൾ ഒക്കെ തന്നെ പറയുന്നത്. കാരണം അത്രയേറെ, സാധാരണ ഒന്നോ രണ്ടോ സ്ത്രീകളല്ല, ഇത്രയേറെ സ്ത്രീകൾ ലൈംഗിക പീഡനാരോപണ പരാതികളുമായിട്ട് വരുന്നു. ഈ ഗർഭചിത്രം നടത്തണമെന്ന് യുവതിയോട് നിർബന്ധിക്കുന്നതിൻ്റെ ഓഡിയോ വരെ ഇന്നലെ വൈകിട്ടോടുകൂടെ പുറത്തു വരുന്നു. അത്തരത്തിൽ പാർട്ടിയെ ഏതൊക്കെ തരത്തിൽ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്ന പ്രവർത്തികളാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുന്ന വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് പാർട്ടിക്കകത്ത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾക്ക് ഒരു വിഭാഗം നേതാക്കൾ മാത്രം ഉയർത്തിക്കൊണ്ടിരുന്നപ്പോഴും ഷാഫി പറമ്പിൽ പക്ഷം കൃത്യമായിട്ട് തന്നെ രാഹുലിനെ പ്രതിരോധിച്ചുകൊണ്ട്, രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. രാഹുലിനെതിരെ വന്ന ആരോപണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട്, രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ ഇനിയും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ K മുരളീധരനും ഇപ്പോൾ KPCC തന്നെ കൈവിട്ടുകൊണ്ട് ഇതിൽ രാഹുൽ രാജിവെക്കേണ്ട സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിലൂടെ വ്യക്തമാവുന്നത്. അത് മാത്രമല്ല മറ്റൊരു കാര്യമുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഈ രാഹുലിൻ്റെ രാജി നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് വലിയ നാണക്കേടിലേക്ക് വഴിവെക്കുമെന്നുള്ള അവർക്ക് ബോധ്യമുണ്ട്. കാരണം BJP ഉൾപ്പെടെ നാളെ വലിയ പ്രതിഷേധങ്ങൾ പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇതിനോടകം തന്നെ നിരവധി സമരങ്ങൾ, ഏകദേശം BJPയും മഹിളാ മോർച്ചയും ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്ന് 5 or 6 സമരങ്ങൾ പാലക്കാട് നഗരത്തിൽ മാത്രം നടത്തിക്കഴിഞ്ഞു. അത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഒരു വശത്ത് തുടരുന്നു. മറുവശത്താണെങ്കിൽ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെ കേസെടുത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും കടന്നിരിക്കുന്നു, ഇതിൻ്റെ കേസിലേക്കും കടന്നിരിക്കുന്നു. ഈ രണ്ട് സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ വിഷയം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിലുപരി രാഹുലാണെങ്കിൽ തനിക്ക് എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് കൃത്യമായി നോക്കുന്നു. അതിൻ്റെ ഭാഗമായി കൂടെയാണ് അടൂരിലെ വീട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, അടൂരിൽ ഇന്നലെ വൈകിട്ടോടുകൂടെ നടത്താനിരുന്ന പത്രസമ്മേളനം പോലും മാറ്റിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. ഏതായാലും അത്തരത്തിൽ ആ പത്രസമ്മേളനം പോലും മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം പോലും പിന്നീട് പുറത്തു വരുന്ന കാര്യങ്ങൾ എന്നുള്ളത്
രാഹുൽ ആ വിഷയത്തിൽ ആ വൈകിട്ടോടുകൂടെ പത്രസമ്മേളനം നടത്തിയിരുന്നുവെങ്കിൽ അതിൽ രാഹുൽ തൻ്റെ സ്വയം പ്രതിരോധത്തിന് വേണ്ടി മറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വെട്ടിലാക്കുന്ന തരത്തിൽ വീണ്ടും യുവതികൾ രംഗത്തെത്തുമോ എന്ന് സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ആശങ്കയുണ്ടായിരുന്നു, കോൺഗ്രസിന് ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടെയാണ് ആ പത്രസമ്മേളനം ഇപ്പോൾ നടത്തേണ്ട എന്ന് രാഹുലിനോട് പറയുന്ന സ്ഥിതി ഇന്നലെ വൈകിട്ടോടുകൂടെ ഉണ്ടായത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ AICC ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KPCCയെ കൊണ്ട് എന്താണ് ഇതിൻ്റെ വസ്തുതകളെന്ന് അന്വേഷിക്കുന്നു. അതിനുശേഷം KPCC നിലപാടെടുക്കട്ടെ എന്ന് പറയുന്നത്. ഏതായാലും KPCCയുടെ നിലപാട് ഇപ്പോൾ സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഹുൽ രാജിവെക്കേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം ഇത് തങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിഷയമാണ്. കാരണം ഒന്നോ രണ്ടോ കാര്യമല്ല, നിരവധി ആരോപണങ്ങൾ. അതിൽ തന്നെ ഈ ഗർഭചിത്രം നടത്തിയതിൻ്റെ ഓഡിയോ സഹിതം പുറത്തു വന്നിട്ട് ഇനി ഈ ഓഡിയോ ഉള്ളത് അത് രാഹുലിൻ്റെ ഓഡിയോ അല്ല, അത് വേറെ ഏതെങ്കിലും തരത്തിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത ഓഡിയോ ആണ് എന്നൊക്കെ തരത്തിലൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ പോയാൽ പാർട്ടി കൂടുതൽ ചീഞ്ഞ് നാറും എന്നുള്ള ബോധ്യത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇനി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളിക്ക് കനം പോരാ എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നാം ഓർമ്മിപ്പിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ഈ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വിമർശനമായും പരിഹാസമായും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതും ശരിയാണ്. കാരണം കെ മുരളീധരനൊക്കെ പരിഹസിച്ചത് ചിലർക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകാം, അത് ഇത്തരത്തിൽ പുറത്തു വന്നേക്കാം എന്നൊക്കെയാണ്. ആരൊക്കെ എവിടെയൊക്കെ മതിൽ ചാടുമെന്ന് ആർക്കറിയാം എന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ തന്നെ നേതാവ് കെ മുരളീധരൻ പരിഹാസം ഉയർത്തിയത് എന്നുള്ളതാണ്. ജിഷ്ണു കൃഷ്ണനിലേക്ക് പോകാം. ജിഷ്ണു, ഇനി അറിയേണ്ടത് AICCയുടെ നിലപാടാണ്, AICCയുടെ തീരുമാനമാണ് ഈ ഘട്ടത്തിൽ ഇനി നിർണായകമാകാൻ പോകുന്നത്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി, പാലക്കാട് എന്ത് സംഭവിക്കും, ഇതെല്ലാം തന്നെ AICCയുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ജിഷ്ണുവിലേക്ക് വരാം. യുവരാജ് ഗോകുലിലേക്ക് പോകുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ഇനി ഒരു ധാർമ്മിക വിഷയം, ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് ഒരാൾക്ക് അവിടെ നിന്ന് മാറി നിൽക്കുന്നത് അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമൊന്നുമല്ല, അത് ആ സംഘടനയുടെ കാര്യമാണ്. ഇനി MLA കസേരയിൽ ഇങ്ങനൊരു വ്യക്തി ഇത്ര ഗുരുതരമായ ആക്ഷേപങ്ങൾ നേരിടുന്ന, ലൈംഗിക ആരോപണം നേരിടുന്ന, തുരുതുര പരാതികൾ വരുന്ന ഒരു MLA അത്തരത്തിൽ ഒരു കസേരയിൽ ഇരിക്കാൻ അർഹനാണോ? എത്രയും വേഗം രാജിവെച്ചൊഴിയേണ്ടതല്ലേ ശ്രീ യുവരാജ് ഗോകുൽ? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം സത്യസന്ധമായി പറയുകയാണ്, അദ്ദേഹം ഒരു നോർമലായി ബിഹേവ് ചെയ്യുന്ന ആളായിട്ട് തോന്നുന്നില്ല ഇത്തരം വിഷയങ്ങളിൽ. കാരണം ഒന്നോ രണ്ടോ ആൾക്കാരുമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. ഒരുപാട് പേരിലേക്ക് പോയിരിക്കുന്നു. അതും പല വൈകൃതപരമായ കാര്യങ്ങൾ പോലും പലരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത്, ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോ ആരെയും ആ തലത്തിൽ മാത്രം അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായും ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ്, അവരെ കൂടി ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. നാളെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തുന്ന ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാകട്ടെ, ഇത്തരത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന വിഷയമാണ്. അങ്ങനെ ഒരാൾക്ക് അത് തുടരാൻ യാതൊരു തരത്തിലുള്ള യോഗ്യതയില്ല. അത് മാത്രമല്ല, അതിനകത്ത് എന്താ വിഷയം എന്ന് പറഞ്ഞാല്, ഈ നമുക്കറിയാം ചില ആൾക്കാര് എന്താ ഈ പറയുന്ന ആൾക്കാർക്ക് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല ആൾക്കാരും ചെയ്യുന്നതൊക്കെ. ചിലരൊക്കെ നമുക്ക് ക്ഷമിച്ച് നമ്മളൊന്ന് വിടും, നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. എത്രപ്പാണെങ്കിൽ പോലും നമ്മളത് ചില വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടടച്ചൊക്കെ വിടാവുന്ന സാഹചര്യങ്ങൾ വരെ നമ്മൾ ചിലപ്പോൾ കാണാം. അങ്ങനെ ചെയ്യുന്നത് തെറ്റായിരിക്കും, ഒരു മെസ്സേജ് അയച്ചു എന്നുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഇത് അത്തരത്തിലൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ ചില കുറച്ച് ആൾക്കാരുടെ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ട് പല വിഷയങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ MLA-മാരായിരിക്കുന്ന ആൾക്കാർക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ചില ദൗർബല്യങ്ങളിൽ അവർ വീണ് പോയി എന്നൊക്കെ ഉള്ള തലത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ അവര് ഒരു രാഷ്ട്രീയമായിട്ട് നമ്മുടെ ഒരു വലിയ മുതലെടുപ്പിലേക്ക് പോകേണ്ടതില്ല എന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ കരുതുന്നത്. പക്ഷെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാള് ഒരു ഭീഷണിയാണ്. സാധാരണ ഏതൊരു സ്ത്രീയോടും ആ തലത്തിൽ മാത്രം അപ്രോച്ച് ചെയ്യും എന്ന് പറയുന്നത് ഒരു തരം ഭീഷണിയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരാൾ ആ സ്ഥാനത്ത് തുടരുക എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല.